എല്ലാവർക്കും ശ്രീരാഗം ആസ്ട്രോളജിയിലേക്ക് ഹാർദവമായ സ്വാഗതം. ഓം നമോ നാരായണായ. ഓം നമഃ ശിവായ. കാലപുരുഷന്റെ അനുഗ്രഹം ഓരോ നിമിഷത്തിലും നമ്മെ തേടിയെത്തുന്ന ഈ പുണ്യമുഹൂർത്തത്തിൽ പ്രപഞ്ചത്തിന്റെ താളവും നക്ഷത്രങ്ങളുടെ ഗതിയുമറിഞ്ഞ് നാം ഒത്തുചേർന്നിരിക്കുകയാണ്. സമയം എന്നത് വെറും ഘടികാരസൂചികളുടെ ചലനമല്ല. അത് ഈശ്വരൻ നമുക്കുവേണ്ടി ഒരുക്കുന്ന ദിവ്യമായ അവസരങ്ങളുടെ ഒരു കലവറയാണ്. ഓരോ ദിവസവും അതിൻ്റെതായ ഊർജവും യോഗവും ചൈതന്യവും പേറി നമുക്കു മുന്നിൽ പ്രകാശിക്കുന്നു. ഇന്ന് ഈ ശുഭദിനത്തിൽ നമ്മുടെ ജീവിതത്തെ ശുദ്ധീകരിക്കുന്നതും ഐശ്വര്യപൂർണമാക്കുന്നതുമായ ഒരു മഹത്തായ യോഗമാണ് രൂപം കൊണ്ടിരിക്കുന്നത്. ഈ നിമിഷം മുതൽ നമ്മുടെ വാക്കുകളിലും ചിന്തകളിലും പ്രവൃത്തികളിലും ഒരു ദൈവികമായ സ്പർശം ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നത്തെ ദിവസത്തിന്റെ അധിപനായി വരുന്ന യോഗം എന്താണ്? ആ യോഗം ആർക്കൊക്കെയാണ് അനുഗ്രഹം ചൊരിയുന്നത്? അതിൽ വരുന്ന നക്ഷത്രങ്ങൾ ഏതൊക്കെയാണ്? ആഴമായ ഭക്തിയോടും വ്യക്തതയോടും കൂടി നമുക്ക് ഈ വിഷയങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാം. ജ്യോതിഷത്തിലെ 27 നിത്യയോഗങ്ങളിൽ ഏറ്റവും കൂടുതൽ സന്തോഷവും ഉല്ലാസവും സൗഭാഗ്യവും നൽകുന്ന യോഗമാണ് ഹർഷണയോഗം. ഹർഷം എന്ന വാക്കിന്റെ അർത്ഥം തന്നെ ആനന്ദം, ഉല്ലാസം, സന്തോഷം എന്നാണ്. ഈ യോഗം രൂപം കൊള്ളുമ്പോൾ പ്രപഞ്ചം ഒരു ശുഭസൂചന നൽകുകയാണ്. ഇന്നത്തെ ദിവസത്തെ ഓരോ പ്രവൃത്തിക്കും ഇരട്ടിയിലധികം ശുഭഫലങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത പ്രവചിക്കുന്ന ഒരു ധന്യമുഹൂർത്തമാണിത്. ഹർഷണയോഗം പ്രധാനമായും സൂചിപ്പിക്കുന്നത് മാനസികമായ ക്ലേശങ്ങൾ അകന്ന് ഉള്ളിൽ ഒരു സമാധാനവും സന്തോഷവും നിറയും. അനാവശ്യമായ ഭയവും പിരിമുറുക്കവും അകന്നു നീക്കും. ഒരു പുതിയ സംരംഭം തുടങ്ങുന്നതിനോ നിലവിലുള്ള കാര്യങ്ങളിൽ ഒരു പുരോഗതി നേടുന്നതിനോ ഈ യോഗം ഏറ്റവും ഉത്തമമാണ്. നാം ആഗ്രഹിക്കുന്ന ഫലങ്ങൾ കൈവരിക്കാനുള്ള എളുപ്പവഴികൾ ഇന്ന് തുറക്കപ്പെടും. സാഹിത്യം, സംഗീതം, നൃത്തം, ചിത്രകല തുടങ്ങിയ കലാപരമായ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് ഇന്ന് സവിശേഷമായ പ്രചോദനവും അംഗീകാരവും ലഭിക്കാൻ സാധ്യതയുണ്ട്. ഭഗവത്കീർത്തനങ്ങളോടും പൂജകളോടും പ്രാർത്ഥനകളോടും കൂടി ഇന്നത്തെ ദിവസം ആരംഭിക്കുന്നത് ഈശ്വരപ്രീതി വർദ്ധിപ്പിക്കും. ചുരുക്കത്തിൽ ഹർഷണയോഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ജീവിതം ആഘോഷിക്കാനുള്ളതാണ് എന്നാണ്. ഇന്ന് നമ്മൾ ചെയ്യുന്ന പുണ്യപ്രവൃത്തികൾക്ക് കാലം നൽകുന്ന സമ്മാനമാണ് ഈ ആനന്ദത്തിന്റെ യോഗം. ഈ യോഗത്തിന്റെ പൂർണ്ണമായ ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് മുന്നോട്ടു പോകാം. ഇന്ന് ചന്ദ്രൻ സഞ്ചരിക്കുന്നത് പുണർത്തം നക്ഷത്രത്തിലൂടെയാണ്. പുണർത്തം നക്ഷത്രത്തെ ഭരിക്കുന്നത് ദേവമാതാവായ അതിഥിയാണ്. നല്ല വെളിച്ചത്തിന്റെ മടങ്ങിവരവ് എന്നാണ് പുണർത്തം എന്ന വാക്കിന്റെ അർത്ഥം. രാമായണത്തിൽ ശ്രീരാമൻ ജനിച്ചത് പുണർത്തം. പുണർത്തം എന്ന വാക്കിന്റെ അർത്ഥം രാമായണത്തിൽ ശ്രീരാമൻ ജനിച്ചത് പുണർത്തം നക്ഷത്രത്തിലാണ്. ഈ നക്ഷത്രം നൽകുന്ന സവിശേഷ ഗുണങ്ങൾ ഇവയാണ്. കുടുംബാംഗങ്ങളുമായി കൂടുതൽ സമയം ചെലവഴിക്കാനും വീടിന്റെ കാര്യങ്ങൾ മെച്ചപ്പെടുത്താനും അമ്മയുമായുള്ള ബന്ധം ദൃഢമാക്കാനും ഇന്ന് ഉചിതമാണ്. നമ്മുടെ വികാരങ്ങളെ നന്നായി നിയന്ത്രിക്കാനും മറ്റുള്ളവരുടെ വിഷമങ്ങളിൽ പങ്കുചേരാനും സാധിക്കും. പുണർത്തം നക്ഷത്രത്തിന്റെ പുനരുജ്ജീവന ശക്തിയും കർക്കടക രാശിയുടെ വൈകാരിക സുരക്ഷിതത്വവും ഹർഷണയോഗത്തിന്റെ ആനന്ദവും ഒത്തുചേരുമ്പോൾ ഇന്നത്തെ ദിവസം ആത്മീയമായും ഭൗതികമായും ഒരു അനുഗ്രഹത്തിന്റെ ദിനമായി മാറുന്നു. ഹർഷണയോഗവും പുണർത്തം നക്ഷത്രവും കർക്കടകം രാശിയും ചേർന്ന് രൂപം നൽകുന്ന ഈ ചൈതന്യം ചില രാശിക്കാർക്ക് പ്രത്യേകമായ ഗുണഫലങ്ങൾ നൽകുന്നു. എങ്കിലും എല്ലാവർക്കും ഒരുപോലെ ഐശ്വര്യമുണ്ടാകും എന്ന് വിശ്വസിക്കാം. കർക്കടകം ചന്ദ്രൻ സ്വന്തം രാശിയിൽ നിൽക്കുന്നതിനാൽ ഈ രാശിക്കാർക്ക് ഇന്ന് എല്ലാ കാര്യങ്ങളിലും വിജയവും മാനസിക സന്തോഷവും ഉണ്ടാകും. സ്വന്തം കാര്യങ്ങളിൽ എടുക്കുന്ന തീരുമാനങ്ങൾ ഏറ്റവും ശരിയായ രീതിയിൽ വരും. മീനം ഭാഗ്യത്തിന്റെയും ധർമ്മത്തിന്റെയും സ്ഥാനങ്ങളിൽ ശക്തമായ സ്വാധീനം വരുന്നതിനാൽ ദൂരയാത്രകൾ അനുകൂലമാവാനും ഗുരുജനങ്ങളുടെ അനുഗ്രഹം ലഭിക്കാനും സാധ്യതയുണ്ട്. സാമ്പത്തികമായി മെച്ചമുണ്ടാകും. വൃശ്ചികം തൊഴിൽപരമായും കർമ്മപരമായും ഉള്ള തടസ്സങ്ങൾ നീങ്ങും. പുതിയ അവസരങ്ങൾ തേടിയെത്തും. ധൈര്യവും ആത്മവിശ്വാസവും വർദ്ധിക്കും. പുണർത്തം നക്ഷത്രത്തിന്റെ അനുഗ്രഹം ലഭിക്കുന്ന നക്ഷത്രങ്ങൾ. പുണർത്തം നക്ഷത്രം ജന്മനക്ഷത്രമായിട്ടുള്ളവർക്ക് പുണർത്തം അതിന്റെ അനുകൂല നക്ഷത്രങ്ങളായ അനിഴം, ഉത്രട്ടാതി എന്നീ നക്ഷത്രക്കാർക്കും ഇന്നത്തെ ദിവസം സവിശേഷമായ നേട്ടങ്ങൾ ഉണ്ടാകും. കൂടാതെ ധനം, ഭാഗ്യം, കർമ്മം എന്നീ മേഖലകളെ സൂചിപ്പിക്കുന്ന നക്ഷത്രക്കാർക്കും ഈ യോഗം അനുഗ്രഹം ചൊരിയും. ഈശ്വരന്റെ മഹത്തായ സൃഷ്ടിയിൽ ഓരോ ദിവസവും ഓരോ പാഠമാണ്. ഹർഷണയോഗത്തിന്റെ ആനന്ദം, പുണർത്തം നക്ഷത്രത്തിന്റെ സംരക്ഷണം, കർക്കടക രാശിയുടെ വാത്സല്യം, ഈ 3 ദിവ്യശക്തികൾ ഇന്ന് നമ്മുടെ കൂടെയുണ്ട്. അതുകൊണ്ട് ഈ ദിവസം നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ശുഭചിന്തകൾ മനസ്സിൽ നിറയ്ക്കുക. സന്തോഷത്തോടെ എല്ലാവരെയും സ്വീകരിക്കുക. കുടുംബത്തിന് വേണ്ടി ഒരു നല്ല വാക്ക് പറയുക. ഇന്ന് നമ്മുടെ മനസ്സ് പറയുന്ന നല്ല കാര്യങ്ങൾ തുടങ്ങാൻ മടിക്കരുത്. നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യത്തിന്റെയും സന്തോഷത്തിന്റെയും വാതിലുകൾ എന്നും തുറന്നിരിക്കട്ടെ. ഭഗവാന്റെ അനുഗ്രഹവും കാലപുരുഷന്റെ ചൈതന്യവും എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പ്രഭാഷണം ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.